പാവയ്ക്ക മെഴുക്ക് പുരട്ടി. ഇത് നന്നായിട്ട് മുരിഞ്ഞ് വരണം. വെള്ളം തിളയ്ക്കുന്നുണ്ട്. നമുക്കൊരു കാപ്പി ഇടാം. എന്നും അടുക്കളയിൽ കുറച്ച് പണി കഴിഞ്ഞാൽ ഞാനൊരു കാപ്പി ഇടാറുണ്ട്. നമുക്കതിലേക്ക് കുറച്ച് പൊടി ഇടാം. ഇനി നമുക്ക് തിളയ്ക്കുന്ന വെള്ളം കുറച്ച് മുക്കി ഈ പൊടിയിലേക്ക് ഒഴിക്കാം. അപ്പോൾ അങ്ങനെ കാപ്പിയായി. മധുരമൊന്നും ഇടൂല, വെറുതെ അങ്ങനെ കുടിക്കും. അപ്പോൾ നമ്മുടെ മെഴുക്കുവരട്ടിയൊക്കെ ഇങ്ങനെ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതിനിടയ്ക്ക് നമ്മളൊരു കാപ്പി ഉണ്ടാക്കി വെള്ളം തിളപ്പിച്ച്, വെള്ളം നമുക്ക് ഈ ചോറിൽ കുറച്ച് വെള്ളം ഒഴിക്കണം. അതിനാണ് നമ്മൾ വെള്ളം തിളപ്പിച്ചത്. നമുക്ക് ചോറിലേക്ക് കുറച്ച് വെള്ളം, തിളച്ച വെള്ളം ഒഴിക്കണം. എന്നിട്ട് നമുക്കൊന്ന് ഇളക്കി നോക്കാം ഊറ്റാനായോന്ന്. അപ്പോൾ അങ്ങനെ ചോറ് വെന്തിട്ടുണ്ട്. നമുക്ക് ചോറ് വാർക്കാം. അങ്ങനെ മെഴുക്കുവരട്ടി റെഡിയാകുന്നുണ്ട്. ഒന്നുകൂടെ നമുക്ക് ഇളക്കി കൊടുക്കാം. മെഴുക്കുവരട്ടി നമ്മൾ പാവയ്ക്കയാണ് ഇത് കേട്ടോ. പാവയ്ക്ക ഇങ്ങനെ നല്ലോണം മൊരിച്ചെടുക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് പാവയ്ക്ക മെഴുക്കുവരട്ടി കൂട്ടാൻ. തോരൻ വച്ചാലും നല്ലതാണ്, വിറ്റാമിനും ഉള്ളതാണല്ലോ, നല്ല കയ്പ്പുമാണ്. നമുക്ക് നമ്മുടെ ശരീരത്തിലേക്ക് ഇതൊക്കെ ആവശ്യമുള്ള വിറ്റാമിനുകളും ചെല്ലും. നമ്മൾ ഓരോ ദിവസവും വേറെ വേറെ ഇങ്ങനെ തോരനാണ്. ഇവിടെ പിന്നെ എപ്പോഴും തോരൻ തന്നെയാണ് കൂടുതലും. എല്ലാവരും തോരനാണ് കൂടുതൽ കഴിക്കുക. അതുകൊണ്ട് ഒന്നും രണ്ടും തോരൻ ഉണ്ടാവും.
2 തോരൻ, ഒരു മെഴുക്കുവരട്ടി, അല്ലെങ്കിൽ ഒരു തോരൻ മെഴുക്കുവരട്ടി. തോരൻ എപ്പോഴും കൂടുതലുണ്ടാവും. ഒന്നിൽ കൂടുതൽ തോരൻ മെഴുക്കുവരട്ടി ഉണ്ടാവും. കാപ്പി നമുക്ക് 2 ഗ്ലാസ്സിൽ ഒഴിക്കാം. ഇത് ഇവിടുത്തെ അമ്മയ്ക്കുള്ള കാപ്പി, ഇത് എനിക്കുള്ള കാപ്പി. അമ്മ മധുരം ഇട്ട് കുടിക്കും, ഞാൻ മധുരം ഇടാതെയും കുടിക്കും കേട്ടോ. അങ്ങനെയാണ് ഇവിടെ. ഞാൻ ജോലിക്ക് നിൽക്കുന്ന വീട്ടിലെ അമ്മേൻ്റെ കാര്യം കേട്ടോ ഞാനീ പറയുന്നത്. ഇവിടെ ഒരു അമ്മയുണ്ട്, ആ അമ്മയ്ക്കുള്ള കാപ്പിയാണ്. ഞാൻ ജോലിക്ക് നിൽക്കുന്ന വീടാട്ടോ ഇത്. ഞാൻ ജോലിക്ക് നിൽക്കുന്നിടത്തു നിന്നാണ് ഈ വീഡിയോ ഒക്കെ ഇടുന്നത്. സ്വന്തമായിട്ട് നമുക്ക് ഇങ്ങനെയൊന്നും വീഡിയോ ഇടാൻ കഴിയില്ല. നമ്മൾ പാവപ്പെട്ട വീട്ടിലെ ആൾക്കാരാണ്. അതുകൊണ്ട് ഞാനിങ്ങനെ ഇവിടെ നിന്നാണ് വീഡിയോ ഇടുക. സ്വന്തമായിട്ട് നമുക്കൊരു വീടൊക്കെ ശരിയാക്കിയാലല്ല, വീടില്ലാത്തതുകൊണ്ട് ഒക്കെ റെഡിയാക്കിയിട്ടൊക്കെ നമുക്കിങ്ങനെ വീഡിയോ ഒക്കെ ഇടാൻ പറ്റുള്ളൂ. ഞാൻ എല്ലാ കാലവും കൂലിപ്പണിക്കാരിയാണ്, വീട്ടുപണിക്കാരിയാണ്. ഇങ്ങനെയൊക്കെയാണ് എൻ്റെ ജീവിതം പോണത്. ഇനി ഈ കാപ്പി അമ്മയ്ക്ക് കൊണ്ട് കൊടുത്തിട്ട് വരാം നമുക്ക്. അമ്മേനെ ഞാൻ വീഡിയോയിൽ കാണിക്കുന്നില്ല, അവർക്കറിയില്ല ഞാൻ വീഡിയോ എടുക്കുന്നതൊന്നും, അപ്പം ഞാൻ കാണിക്കുന്നില്ല. എന്തായാലും ഇത് അമ്മയ്ക്ക് കൊടുക്കാം. അമ്മ 1/2 ഗ്ലാസ്സേ കുടിക്കുള്ളൂ. എന്നാൽ നമുക്ക് അടുത്ത വീഡിയോ കാണാം.